നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ട്രിഗണോമെട്രി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കണം. CHSL എക്സാം 26-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റു ക്ലാസ്സുകളോട് ഒന്ന് കയറി കാണുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദിച്ചാൽ 3-4 വർഷത്തിന് മുമ്പ് ചോദിച്ചോ വളരെ പ്രധാനമെന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, വളരെ ഷോർട്ട് കട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഇനി നമുക്കത് വലിച്ചു നീട്ടാൻ സമയമില്ല. പക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ കേട്ടോ, CHSL ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നാണ് ചോദ്യം. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 - 2. പല കുട്ടികളും തെറ്റിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് കാരണം ഞാൻ പറഞ്ഞ 0. 2 cosec x ആയിക്കോട്ടെ പ്ലസ് ടാൻ എക്സ് കണ്ടുപിടിക്കണം. ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ കണ്ടീഷൻ തമാശക്ക് തരുന്നല്ല. നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കൊടുക്കാം. ഈസ് ആൻ ഓപ്പൺ ഇന്റർവൽ. ഓപ്പൺ ഇന്റർവൽ എന്ന് വെച്ചാൽ ഉൾപ്പെടില്ല എന്നാണ് കേട്ടോ. 0-യും 90 ഉൾപ്പെടില്ല. ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് വെച്ചാൽ ഉൾപ്പെടുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എക്സ് 0-ക്കും 90-ക്കും ഇടയ്ക്കുള്ള എന്ത് കൊടുക്കാം, 0-യും 90-യും കൊടുക്കാൻ പറ്റില്ല. അതായത് ഇവിടെ എക്സിന് 0 കൊടുക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. എക്സ് ഒരിക്കലും എന്താവില്ല, 0 ഡിഗ്രി ആവില്ല. എക്സ് ഒരിക്കലും എന്താവില്ല, 90 ഡിഗ്രി ആവില്ല. മനസ്സിലാക്കി വെക്കണം, മനസ്സിലാക്കി വെച്ചേ പറ്റൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, പല കുട്ടികളും ഞാൻ പറഞ്ഞുതരാം, വീണ്ടും പറഞ്ഞുതരാം. ചില മിടുക്കന്മാർ സൈൻ സ്ക്വയർ എക്സിനെ 1 - cos സ്ക്വയർ എക്സ് എന്ന് കാണും. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് ക്വാഡ്രാറ്റിക് വെച്ച് കണ്ടുപിടിക്കും. എന്തിനാണ് മെനക്കെടുന്നേ? ഒന്നുകിൽ ഞാൻ തീറ്റയ്ക്ക് 30 ഡിഗ്രിയോ തീറ്റയ്ക്ക് 60 ഡിഗ്രിയോ കൊടുക്കാൻ നോക്കും. 60 കൊടുക്കാന്ന് വിചാരിച്ചു. 3 കണ്ടത് കൊണ്ടാണ് എന്റെ പൊന്നു മക്കളെ. ഇവിടെ 3 കണ്ടു, ഇവിടെ 2 കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് 60 കൊടുക്കാമെന്ന്. മനസ്സിലായല്ലോ? നോക്കിയിരിക്കണേ, 60 കൊടുക്കാൻ നോക്കാം. 3 - 2 സൈൻ സ്ക്വയർ സാറ്റിസ്ഫൈ നോക്കട്ടെ. 60 ഡിഗ്രി മൈനസ് 3 × cos 60. ഞാൻ LHS ആണ് എടുത്തത്. എനിക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. 3 - 2 നിങ്ങൾക്കറിയാം. സൈൻ 60 എന്ന് വെച്ചാൽ √3/2. √3/2 സ്ക്വയർ. √3/2 സ്ക്വയർ മൈനസ് 3 × cos 60 1/2. 3 - 2 × 3/4 മൈനസ് 3/2. ക്യാൻസൽ ചെയ്തു. 3 -3 ഇവിടെ നോക്കടാ. -3/2 -3/2 ഇത് ആഡ് ചെയ്താൽ -6/2 ആണ്. ആൻസർ ഈസ് 3 - 3 0. ലെഫ്റ്റ് സൈഡ് കിട്ടി. അതായത് ഇനി 30 ഡിഗ്രി നോക്കണ്ട, മണ്ടത്തരം കാണിക്കരുത്. എനിക്ക് 60 കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്താൽ 30 കൊടുക്കില്ല. അത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, കൊസീക് 60 പ്ലസ് ടാൻ 60. കൊസീക് 60 ഒന്നും എനിക്കറിയില്ല. സൈൻ 60 അറിയാം. സൈൻ 60 എത്രയാണ്? √3/2. അപ്പൊ കൊസീക് 60 എത്രയാണ്? 2/√3. പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. സീക്ക് ടാൻ 60 എത്രയാണ്? √3. 4/√3 പ്ലസ് √3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 പ്ലസ് √3/3 ദാറ്റ് ഈസ് √3 × √3 3. 4 പ്ലസ് 3/3 ഇതൊന്നും വാരി വലിച്ച് എഴുതല്ലേ. 7/3. ആൻസർ എത്രയാണ് പറഞ്ഞേ? 7/√3. ഇവിടെ √3 ആണ്. 7/, എത്രയാണ്? √3. 7/√3 ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ആൻസർ. നിങ്ങൾ ഒന്നുകൂടെ കാണുക, ഒന്നുകൂടെ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. 7/√3. സമയം കളയാനില്ല, അടുത്ത ദിവസത്തിലേക്ക് പോകുന്നു. വലിച്ചു നീട്ടുന്നില്ല. വലിച്ചു നീട്ടിയാൽ ബോറായിപ്പോവും. നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നവരാണ്. 26-ാം തീയതി എക്സാം ആണ്. ഇനി റിവിഷന്റെ സമയമാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാതെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡാക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങളെ സമയം കൊണ്ട് കറക്കുന്ന ക്വസ്റ്റ്യൻ. അതാണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഞാൻ പറയാൻ നടക്കുക, നിങ്ങളൊരു കാര്യം പഠിച്ചാൽ ഒറ്റയടി കിട്ടും. മക്കളെ, ഇത് പഠിച്ചു വെക്കണം. sin x / 1 + cos x എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ കോൺജുഗേറ്റ് കൊണ്ട് മേലും താഴെയും ഗുണിക്കാം. അതാണ്ടേ 1 - cos x 1 - cos x. പറയുന്ന കാര്യം മനസ്സിലാക്കണം. ഇതങ്ങ് പഠിച്ചു വെക്കണേ. a + b × a - b എന്താണ്? a² - b². പഠിച്ചു വെക്കണം. a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. ഇവിടെ 1 + cos x × 1 - cos x 1 - cos x. ഇത് ഗുണിക്കുമ്പോൾ sin x × 1 - cos x. ഇത് പഠിക്കാൻ വേണ്ടിയാണ്, അല്ല എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാനല്ല പറഞ്ഞേ. sin x × 1 - cos x വേണ്ട, ഇത് ഗുണിക്കണമെന്നും ഒരു നിർബന്ധമില്ല. 1 - cos x 1 - cos x എന്താവും പറഞ്ഞേ? sin square x ആവും. ഇത് വെട്ടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് എഴുതാം? 1 - cos x sin x എന്ന് എഴുതാം. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. അപ്പൊ sin x / 1 + cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - cos x. അപ്പൊ ഇതിന് പകരം ഞാൻ എന്തേ കൊടുക്കത്തുള്ളൂ? 1 - cos x sin x. ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചു. അറിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. 1 + cos x sin x. ഓക്കെ, ബ്രാക്കറ്റ് tan x ന് ഞാൻ എന്താ എഴുതി പറഞ്ഞത്? tan x എന്ന് പറഞ്ഞാൽ sin x cos x. cot x എന്ന് പറഞ്ഞാൽ cos x sin x.
ഇതാണ്ടേ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്തു. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് എക്സും 1 പ്ലസ് കോസ് എക്സിന്റെ കാര്യം തീരുമാനമാവും. ബ്രാക്കറ്റ് ഇത് ക്രോസ് ചെയ്തു, 1 അടിയിലുണ്ട്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, സൈൻ സ്ക്വയർ എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്. ബൈ എന്ത് വരും? സൈൻ എക്സ് കോസ് എക്സ്. ക്ലിയർ ആവണം. ഇവന്റെ കാര്യത്തിൽ തീരുമാനമായി. 2 ബൈ സൈൻ എക്സ് ഇൻറ്റു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 ബൈ സൈൻ എക്സ് കോസ് എക്സ്. പണി ഇപ്പൊ തീരും. 2 ബൈ സൈൻ എക്സ് ഇൻറ്റു ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. സൈൻ എക്സ് കോസ് എക്സ് ഗുണിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടിയ ആൻസർ പറഞ്ഞേ? 2 കോസ് എക്സ്. 2 കോസ് എക്സ് എന്നുള്ള എന്റെ പൊന്നുമക്കളെ ഏതാണ്ട് ഓപ്ഷൻ ഡി നമ്മളെ നോക്കിച്ചിരിക്കുന്നു. ഒന്നുകൂടെ കാണുക. പറഞ്ഞ ക്ലിയർ അല്ല. അപ്പൊ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതിന്റെ പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ടും മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ടും മേലും താഴെ ഗുണിക്കുക. മറ്റൊരു രീതിയിലോട്ട് മാറി. ഇത് എ പ്ലസ് പി ഇൻറ്റു എ മൈനസ് പി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്തു. അതിവിടെ കൊടുത്തു, കൂട്ടി, കുറച്ചു, ഗുണിച്ചു, ആൻസർ കിട്ടി. ഓക്കെ, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കുക. ഈ സ്പീഡ് നിങ്ങൾക്ക് വരട്ടെ, അതിനു വേണ്ടിയാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അല്ല പരീക്ഷ പറയുന്ന വരുന്ന സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം അപ്പൊ അത് എന്തെങ്കിലും ബേസ് കുറവുള്ളവരാണെങ്കിൽ ഞാൻ റെയിൽവേക്ക് വേണ്ടി RRB ഗ്രൂപ്പ് ഡിയുടെ 2 ക്ലാസ്സുകൾ ട്രിഗണോമെട്രി പക്കാ ബേസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ബേസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ റിസൾട്ട് ചെയ്ത പ്ലേലിസ്റ്റിൽ പോവുക, ഗ്രൂപ്പ് ഡിയുടെ പ്ലേലിസ്റ്റിൽ പോവുക. ട്രിഗണോമെട്രിയുടെ 2 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു 3ാമത്തെ ക്ലാസ്സും വരും. അപ്പൊ അതുകൂടെ നിങ്ങൾ കാണുക. അത് ബേസ് കുറവുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല ബേസ് ഉള്ളവർ ഞാൻ ഈ രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പൊ 2 പേർക്കുള്ള സൊല്യൂഷനായി. ബേസ് കുറവുള്ളവർ ആ 3 വീഡിയോ കണ്ട് പഠിക്കുക, അതിനുശേഷം വീഡിയോ കാണുക. ബേസ് ഉള്ളവരാണെങ്കിൽ എന്റെ രീതിയിൽ ഫോളോ ചെയ്ത് പോകുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. എക്സാം എഴുതിയവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യണം. റാങ്ക് മേക്ക് ചെയ്ത് കളയും ക്വസ്റ്റ്യൻ ഒക്കെ അറിയില്ലെങ്കിൽ മാത്രം. പക്ഷെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിനെ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ പ്ലസ് റിസൾട്ട് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം കേട്ടോ, സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, മോനെ രണ്ടെണ്ണത്തിൽ ഞാൻ എന്തിനെ കോമൺ എടുത്തു? ടാൻ സ്ക്വയർ എക്സിനെ കോമൺ എടുത്തു. ഇവിടെ നിർത്താൻ പിന്നെ ഇവിടെ ആരെയുള്ളൂ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് അറിയാനില്ലെങ്കിൽ പഠിച്ചോണം. അറിയാവുന്ന വിചാരിക്കുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് ആണ്. എഴുതി വെക്കുക. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എക്സ് ആണ്. അറിയണം. അപ്പൊ സീക് സ്ക്വയർ എക്സ് അതിന് എങ്ങനെ വന്നെന്ന് ചോദിക്കല്ലേ മക്കളെ? സീക് സ്ക്വയർ എക്സ് അതിനെ ഞാൻ അപ്പുറത്ത് പറഞ്ഞുകൂടാ. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് ഡിവിഷൻ ആവും. ഡിവിഷൻ 1 ബൈ സീക് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. 1 ബൈ സീക് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. പഠിക്കണം. 1 ബൈ കൊസീക് എന്ന് പറഞ്ഞാൽ സൈൻ, 1 ബൈ ടാൻ എന്ന് പറഞ്ഞാൽ കോട്ട്, അല്ലെങ്കിൽ 1 ബൈ കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ. അപ്പൊ ഈ അളിയൻ എന്താവും? കോസ് സ്ക്വയർ എക്സ് ആവും. അപ്പൊ ഇടിച്ചു വെച്ചോ. ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യമാണ്? കോസ് സ്ക്വയർ എക്സിന് തുല്യമാണ്. അപ്പൊ ഈ കോസ് സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് എന്റെ പൊന്നുമക്കളമാരെ. ഞാൻ കോസ് റൈസ് 4x കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എഴുതി. അതിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾക്ക് അറിയാം. കോസ് സ്ക്വയർ എക്സ്, ഈ കോസ് സ്ക്വയർ എക്സിന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും പറഞ്ഞേ? ടാൻ സ്ക്വയർ എക്സ്. അതിന് ഹോൾ സ്ക്വയർ ഉണ്ട്. പ്ലസ് കോസ് സ്ക്വയർ എക്സിന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? ടാൻ സ്ക്വയർ എക്സ് ആണ്. നിങ്ങൾ ഞാനും ഒരുമിച്ചാണ് പ്രൂവ് ചെയ്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ടാൻ റൈസ് 4x പ്ലസ് ടാൻ സ്ക്വയർ എക്സ് തന്നെയാണ് ആര്? ഈ പാവം പിടിച്ചവൻ. ഈ പാവം പിടിച്ചവൻ തന്നെ അവനെ വിളിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 ബൈ സീക്ക് ആണ് ടാൻ എന്ന് കോസ് എന്ന് ഇവിടെ നിന്ന് അറിയണം. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ് എന്ന് അറിയണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ട് കൂടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് കൊസീക് സ്ക്വയർ എക്സ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സ്പീഡ് വരട്ടെ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഇത് CHSL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അപ്പൊ ഈ എക്സാം എന്റെ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ മക്കളെ പറയാനുള്ളൂ. എനിക്ക് ഇതേ പറയാനുള്ളൂ. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു 3 ക്ലാസ്സുകൾ ട്രിഗണോമെട്രി ഞാൻ ഏറ്റവും ബേസിക് ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിഗണോമെട്രിയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ പ്ലേലിസ്റ്റിൽ പോയിക്കോ. RRB ഗ്രൂപ്പ് ഡി, അതിൽ 3 ക്ലാസ്സുകളുണ്ട്. അതൊന്നും നിങ്ങൾ കയറി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇത് സെറ്റ് ആവും. നല്ല ബേസ് ഉള്ളവരെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇത് പ്രശ്നമല്ല. ഓക്കെ, പഠിക്കുക. നിങ്ങൾക്ക് ഇതാണ് വേണ്ടത്. ഈ ഒരു സ്പീഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സൈൻ സ്ക്വയർ ആൽഫ വെട്ടിക്കെട്ട് ക്വസ്റ്റൻ ആണ്. റാങ്ക് മേക്ക് ചെയ്യും. പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, ഇത് ആദ്യമായിട്ട് കാണുന്നവൻ വിരളും. ആദ്യമായിട്ട് കാണുന്നവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1. ഞാൻ എല്ലാത്തിനും ഒന്നത്തിലോട്ട് മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇവനെ അപ്പുറത്ത് പറഞ്ഞു വിട്ടെ. എന്ത് കിട്ടും പറഞ്ഞേ? എ കോസ് ബീറ്റ എന്ന് കിട്ടുവേ. അതുപോലെ തന്നെ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ നോക്കേ, ഇവനെ അപ്പുറത്ത് പറഞ്ഞു വിടണേ. ബി സൈൻ ബീറ്റ. ഓക്കെ, അടിപൊളി സൈൻ ബീറ്റ. ഓക്കെ,
സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ എന്റെ പൊന്നു സാറേ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്തായിരിക്കും പറഞ്ഞേ 1 ആയിരിക്കും. ഇനി എവിടെ കോസ് സ്ക്വയർ ആൽഫ ഉണ്ടോ കോസ് ആൽഫ ഉണ്ടോ അവിടെ എല്ലാം ഞാൻ എന്ത് കൊടുക്കും പറഞ്ഞേ പിള്ളേരെ പറഞ്ഞേ കോസ് ബീറ്റ കൊടുക്കും. എ കോസ് ബീറ്റ അതിന്റെ സ്ക്വയർ. സൈൻ ആൽഫയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും പറഞ്ഞേ ബി സൈൻ ബീറ്റ കൊടുക്കും അതിന്റെ സ്ക്വയർ. പരിപാടി ഇപ്പം തീരും. എ സ്ക്വയർ ശരിയല്ലേ? എ സ്ക്വയർ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് ചില മിടുക്കന്മാരുണ്ട് ഇതിനെ 1 എന്നും എഴുതി കളയും. തെറ്റാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഞാൻ കോസ് സ്ക്വയർ ബീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ കൊടുക്കും. മനസ്സിലാക്കി വെക്കണം. കാരണം എന്റെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്താണ് സൈൻ സ്ക്വയർ ബീറ്റയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം. നിങ്ങളത് സഹിച്ചേ പറ്റൂ. ആ രീതിയിൽ പഠിക്കണം. നിങ്ങൾ എഴുതുന്ന എക്സാം ഹയർ സെക്കൻഡറി എക്സാം ആണ്, CHSL ആണ്. ഓക്കെ, നിങ്ങളുടെ ബോധം ആ ബോധം നിങ്ങൾക്ക് വേണം, എനിക്കല്ല വേണ്ട. മനസ്സിലായല്ലോ? ഓക്കെ, പ്ലസ് അല്ലാതെ തറാ എന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല മക്കളെ. നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് ആ എക്സാം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ പോകണം. പറഞ്ഞ ക്ലിയറല്ലോ? വീണ്ടും ഓർമ്മിക്കുന്നു, RRBയുടെ ക്ലാസ്സിൽ പോയിക്കോ, ബേസ് ഉണ്ടാവും. മോനെ അകത്തോട്ട് എനെ ഗുണിച്ചാൽ എ മൈനസ് പറഞ്ഞോ എ സ്ക്വയർ അല്ലേ? ശരിയല്ലേ? എ സ്ക്വയർ ആണ് കേട്ടോ. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 1. ഓക്കെ, മനസ്സിലാക്കി ചെയ്യണേ. ഇവനെ നമുക്ക് ഇവിടുന്ന് തന്നെ കോമൺ എടുക്കാം. നമുക്ക് കോമൺ എടുക്കാം. എ സ്ക്വയർ ആണ്, ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? എല്ലാം ഉണ്ടല്ലോ, എല്ലാ അളിയന്മാരും ഉണ്ട്. പറഞ്ഞ ക്ലിയറല്ലോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവന്മാരെ അപ്പുറത്ത് വിട്ടിട്ട് ഇവനെ ഇപ്പുറത്ത് വിളിക്കുക. എ സ്ക്വയർ മൈനസ് 1 എന്ന് വെച്ചാൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. മൈനസ് എ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ കാണുന്നുണ്ടല്ലോ. മൈനസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ ഇത്ര നിങ്ങൾ എഴുതി വെക്കണേ. എ സ്ക്വയർ മൈനസ് 1 ബൈ ആവുവേ. ഞാൻ ഇവിടുന്ന് എ സ്ക്വയർ കോമൺ എടുത്താൽ വേണ്ട, സൈൻ സ്ക്വയർ ബീറ്റ കോമൺ എടുത്താൽ അത് ഇവിടെ ഉണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും. നമുക്ക് വേണ്ട സൈൻ സ്ക്വയർ ബീറ്റയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈൻ സ്ക്വയർ ബീറ്റ എന്ന് പറഞ്ഞാൽ ദാണ്ടേ എ സ്ക്വയർ മൈനസ് 1 ബൈ എന്തായി പറഞ്ഞേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഒന്നുകൂടെ പറഞ്ഞു തരും. ഇവിടുന്ന് രണ്ടിടത്തും സൈൻ സ്ക്വയർ ബീറ്റയെ കോമൺ എടുത്തപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ എത്ര എന്തായി ഡിവിഷൻ ആയി എന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് എ സ്ക്വയർ മൈനസ് 1 ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ആര് സൈൻ സ്ക്വയർ ബീറ്റ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് ജസ്റ്റ് ക്രോസ് ചെയ്തു. സൈൻ സ്ക്വയർ ബീറ്റ വേണം. നമുക്ക് അറിയാവുന്ന റിസൾട്ട് അപ്ലൈ ചെയ്തു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അതിപ്പം ബീറ്റ ആണെങ്കിൽ ബീറ്റ, എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ ആണ്, 2 ആണെങ്കിൽ 2. അതല്ല ഇവിടെ കൊടുത്തു. കോസ് ആൽഫയ്ക്ക് വരെ ഇവനെ പ്ലേസ് ചെയ്തു, അവർ വരെ ഇവനെ കൊടുത്തു. ചെയ്തു വന്നു. കോസ് സ്ക്വയർ ബീറ്റ എടുത്ത് കളഞ്ഞു, സൈൻ സ്ക്വയർ ബീറ്റയിൽ എഴുതി, കോമൺ ടൈം എടുത്തു, ചെയ്തു. നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞു ക്ലിയർ അല്ലോ? അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റാങ്ക് മേക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2017 നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റണം. അതിലാണ് കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അതിനെ വിളിച്ചു. 5ഓളം ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ 4 നിർത്താമെന്നാണ് വിചാരിച്ചേ. നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കൂടെ പഠിക്കുക കേട്ടോ നിങ്ങളെ. അപ്പൊ മാക്സിമം സപ്പോർട്ട് കേട്ടോ. ഓക്കെ, ഇത് ചെയ്യണം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. സാർ സമയം കളയുന്നില്ല. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് കൊസീക് സ്ക്വയർ എക്സ് പഠിക്കണം. 1 പ്ലസ് കോട്ടും കൊസീക്കോട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് എപ്പോഴും പറയണം. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് കൊസീക് സ്ക്വയർ എക്സ് കേട്ടോ. അന്നേരം 1 മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ്. എന്താ പറഞ്ഞേ? മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ്. മൈനസ് ഉണ്ട് കേട്ടോ. ഇവനെങ്കിൽ ഇപ്പുറത്ത് വന്നു, ഇവനെങ്കിൽ അപ്പുറത്ത്, മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. അപ്പൊ കൊസീക് എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവണം. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഈ സംഭവം അവിടെ കിടക്കട്ടെ. മനസ്സിലായല്ലോ? ഓക്കെ, അത് നമുക്ക് റെഡിയാക്കാം. അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, എത്ര ടൈം ഉണ്ട്? 1, 2, 3, 4 ടൈം. ഓക്കെ, 1, 2, 3, 4 ടൈം. അത് ക്യൂബ് ആണ്. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. മനസ്സിലാക്കി വെക്കണം. 4 ടൈം വരും. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം. എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. പഠിക്കും പിള്ളേരെ, അതുപോലെ കിടക്കുവാണ് ഇവിടെ. ഞാൻ ഇവിടുന്ന് കൊസീക് സ്ക്വയർ എക്സ് കൂടെ കണ്ടുപിടിക്കുവാണേ. ആവശ്യമുണ്ട്. കൊസീക് സ്ക്വയർ ആകുമ്പം മൈനസ് പോസിറ്റീവ് ആവും. കോട്ട് റേസ്ഡ് 4x ആവും. പറഞ്ഞ ക്ലിയറല്ലോ? കാരണം സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ. കാരണം ഇത് സ്ക്വയർ ചെയ്തു, ഇവിടെയും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ 4 വട്ടം വരും. അതാണ് 4 വട്ടം. പറഞ്ഞത് ഇവിടെ 2 ഉണ്ട്, 2 4 ആവും. 2 4 ആവും. അതാണ് ഇൻഡീസസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. മോനെ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണേ. ഞാൻ ഈ അളിയനെ കോട്ട് റേസ്ഡ് 12x ഞാൻ 4x ഹോൾ ക്യൂബ് എന്ന് എഴുതി. മൈനസ് 3 a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ കോട്ട് റേസ്ഡ് 4x 8 ആയി. പിന്നെ ആരോടെ വരും?
പിന്നെ ആരോട് വരും പറഞ്ഞേ കോഡ് സ്ക്വയർ എക്സ് മനസ്സിലായല്ലോ കോഡ് സ്ക്വയർ എക്സ് എടുത്തു കോഡ് സ്ക്വയർ എക്സ് എടുത്തു മനസ്സിലായല്ലോ അപ്പൊ മൊത്തത്തിൽ എത്രയായി 10 ആയി ഇതാണ്ടായി 8 ഉം 2 ഉം 10 പ്ലസ് 3 എ ബി സ്ക്വയർ എന്ന് വെച്ചാൽ കോഡ് സ്ക്വയർ എക്സിന്റെ ഹോൾ സ്ക്വയർ കണ്ടല്ലോ അപ്പൊ 4 4 എത്രയായി 8 ആയി മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ബി എന്ന് വെച്ചാൽ കോഡ് സ്ക്വയർ എക്സ് എന്നാണ് ഞാൻ എടുക്കുന്നത് കോഡ് സ്ക്വയർ എക്സിന്റെ ക്യൂബ് അതായത് ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നവൻ മനസ്സിലാക്കി എടുക്കണേ കോട്ട് റേസ്റ്റ് 4x ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നവൻ കോട്ട് സ്ക്വയർ എക്സ് മനസ്സിലാക്കി വെക്കണം ഇവിടെ എയുടെ സ്ഥാനത്ത് കോട്ട് റേസ്റ്റ് 4x നാണ് കിടക്കുന്നു ബിയുടെ സ്ഥാനത്ത് കോട്ട് സ്ക്വയർ എക്സും ആണ് അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് എന്ത് എഴുതാം എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് എഴുതാം എ മൈനസ് ആരാണ് മക്കളെ ബി കോട്ട് സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് പരിപാടി കഴിഞ്ഞേ ദാണ്ടേ കോട്ട് റേസ്റ്റ് 4x പോലെ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും പറഞ്ഞോ ആരെ കൊടുക്കാൻ പറ്റും സാർ കൊസീക്ക് സ്ക്വയർ എക്സ് കൊടുക്കാൻ പറ്റും ഇവന് പകരം കൊടുത്തോണം മൈനസ് കോട്ട് സ്ക്വയർ എക്സ് കൊടുക്കാൻ പറ്റും പറഞ്ഞു ക്ലിയർ ഹോൾ ക്യൂബ് എഴുതി വെക്കണം അതായത് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ റിസൾട്ട് ആണ് 1 ദാണ്ട കിടക്കുന്നു അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് 1 ആണ് ആൻസർ ഈസ് -1 എഴുതി വെക്കരുത് 1 പല കുട്ടികളും -1 എഴുതാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലുമല്ല കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ് ഒന്നുകൂടെ പറഞ്ഞു തരും ഇവനെ അങ്ങ് അപ്പുറത്തട്ടി റിസൾട്ടായി മൈനസ് കോട്ട് സ്ക്വയർ എക്സ് കാരണം 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് കേട്ടോ ഇത് അറിയണം എന്ന് എഴുതുന്നേ ഉള്ളൂ പക്ഷെ പോസിറ്റീവ് എഴുതിയാൽ നിങ്ങൾ ഉത്തരം തെറ്റത്തില്ല കൊസീക്ക് സ്ക്വയർ എക്സ് ആവുമ്പോൾ അത് കോട്ട് റേസ് 4x ആവും ഇത് കണ്ടപ്പോഴേ എനിക്ക് കത്തി നിങ്ങൾക്ക് കത്തണം അത് എ മൈനസ് ബി ഹോൾ ക്യൂബ് ആണ് എന്റെ മക്കളെ നിങ്ങളുടെ ലക്ഷ്യം എ ആര് ബി ആര് എന്ന് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം ഞാൻ കണ്ടുപിടിച്ചു പറഞ്ഞു തന്നു എ എന്ന് പറഞ്ഞാൽ കോട്ട് റേസ് 4x ബി എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എക്സ് കൊടുത്തു പണി എളുപ്പമാക്കി അപ്പൊ എനിക്ക് എ മൈനസ് ബി ഹോൾ ക്യൂബ് ആയി എ എന്ന് പറഞ്ഞാൽ കോട്ട് റേസ് 4x ബി എന്ന് വെച്ചാൽ കോട്ട് സ്ക്വയർ എക്സ് ശ്രദ്ധ വരട്ടെ കോട്ട് റേസ് 4x വരെ എന്ത് കൊടുത്തു കൊസീക്ക് സ്ക്വയർ എക്സ് കണ്ടോ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എത്രയാണ് 1 ആണ് ആൻസർ ഈസ് 1 ക്യൂബ് 1 അടിപൊളിയായിട്ട് നമ്മുടെ 4 ക്വസ്റ്റ്യൻ പഠിച്ചു പറഞ്ഞു ക്ലിയർ ആലോ അപ്പൊ പ്രധാനപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓടിപ്പോവല്ലേ ഉടനെ തന്നെ ഞാൻ പാട്ട് തിരിവ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം മക്കളെ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഈ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക വീണ്ടും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കാര്യം എക്സാം 26-ാം തീയതി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കാര്യം അമ്മാതിരി ടോപ്പിക്കാണ് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ബേസ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ RRB ഗ്രൂപ്പ് ഡിക്ക് ഞാൻ ഒരു 3 ക്ലാസ് ചെയ്തിട്ടുണ്ട് ട്രിഗണോമെട്രിയുടെ പക്ക ബേസിൽ ചെയ്ത ക്ലാസ് ആണ് അതൊന്ന് കയറി കാണുക അതിനുശേഷം നിങ്ങൾ ഒന്ന് കണ്ടുവെക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ തന്നെ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു